സാമ്രാജ്യങ്ങൾ തകരുകയും അതിർത്തികൾ മാറുകയും ചെയ്യുന്ന ലോകത്ത് നൂറ്റാണ്ടുകളായി മാറ്റമില്ലാതെ നിലകൊള്ളുന്ന ഒരു വിശ്വാസത്തിന്റെ അടയാളമാണ് പടിഞ്ഞാറൻ യുക്രൈനിലെ പൊച്ചേവ് ആശ്രമത്തിലെ മാതാവിന്റെ ഐക്കൺ. യുദ്ധങ്ങളെയും അധിനിവേശങ്ങളെയും അതിജീവിച്ച ഈ ഐക്കൺ ഇന്ന് കേവലം ഒരു ചിത്രമല്ല, മറിച്ച് യുക്രൈൻ ജനതയുടെ പ്രത്യാശയുടെ പ്രതീകമാണ്. പൊച്ചേവ് ഐക്കണിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന നിമിഷം 1675-ലേതാണ്. അന്ന് ഓട്ടോമൻ തുർക്കി സൈന്യം പൊച്ചേവ് ആശ്രമത്തെ വളഞ്ഞു. മരണത്തെ മുഖാമുഖം കണ്ട സന്യാസികളും അഭയാർത്ഥികളും ആയുധങ്ങൾക്ക് പകരം മാതാവിന്റെ ഈ ഐക്കൺ ആശ്രമ മതിലിന് മുകളിൽ വെച്ച് പ്രാർത്ഥിച്ചു. സൂര്യോദയ സമയത്ത് വാളുകളേന്തിയ മാലാഖമാർക്കൊപ്പം പരിശുദ്ധ മറിയം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ശത്രു സൈന്യം തൊടുത്തുവിട്ട ആയിരക്കണക്കിന് അമ്പുകൾ പാതി വഴിയിൽ വെച്ച് അദൃശ്യമായ ശക്തിയാൽ തിരിച്ചു പറന്ന് അവർക്ക് നേരെ തന്നെ പതിച്ചുവെന്നും പരിഭ്രാന്തരായ സൈന്യം പിന്തിരിഞ്ഞോടിയെന്നുമാണ് ചരിത്രം. ഇതിനു മുൻപ് 1340-ൽ 2 സന്യാസികൾക്ക് അഗ്നിസ്തംഭത്തിന് മുകളിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടുവെന്നും ആ ദർശനം മാഞ്ഞപ്പോൾ കല്ലിൽ ഒരു പാദമുദ്ര അവശേഷിപ്പിച്ചുവെന്നുമാണ് വിശ്വാസം. ആ പാദമുദ്രയിൽ നിന്ന് ഇന്നും ഒഴുകുന്ന ജലത്തിന് രോഗശാന്തി നൽകാനുള്ള കഴിവുണ്ടെന്ന് തീർത്ഥാടകർ വിശ്വസിക്കുന്നു. 1559-ൽ ഗ്രീക്ക് മെട്രോപൊളിറ്റൻ നിയോഫൈറ്റസ് സമ്മാനിച്ച ഈ ചിത്രം അന്ന് അന്തിന് കാഴ്ച നൽകിയതിനെ തുടർന്നാണ് ലോകപ്രശസ്തമായത്. കിഴക്കൻ ഓർത്തഡോക്സ് സഭയും റോമൻ കത്തോലിക്ക സഭയും തമ്മിലുള്ള തർക്കങ്ങൾക്കിടയിലും ഇരുവിഭാഗവും ഒരുപോലെ ആദരിക്കുന്ന ഒന്നാണ് ഈ ചിത്രം. 1773-ൽ ക്ലെമൻ 14 മാർപ്പാപ്പ ഈ ഐക്കണിൽ സ്വർണ്ണ കിരീടം ഉൾപ്പെടുത്തി. ഒരു ഓർത്തഡോക്സ് ഐക്കണ് കത്തോലിക്ക സഭ നൽകുന്ന അപൂർവ ബഹുമതിയാണിത്. ഇന്ന് സ്വർണ്ണ കവചത്താൽ പൊതിഞ്ഞ ഈ മാതാവിന്റെ ഐക്കൺ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥനയ്ക്കായി വിശ്വാസികൾക്ക് മുൻപിൽ താഴ്ത്തി കൊടുക്കാറുണ്ട്. യുദ്ധവും അനിശ്ചിതത്വവും തുടരുന്ന ഇക്കാലത്തും മാതാവിന്റെ ഐക്കൺ കാണാനെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർ സാക്ഷ്യപ്പെടുത്തുന്നത് ഒന്നു മാത്രം: വിശ്വാസത്തിന് മരണമില്ല എന്നാണ്.